അജിത് പവാർ മരിച്ച് ഏതാണ്ട് മൂന്നാം ദിവസം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എൻസിപിക്കുള്ളിൽ അതിലെ ഒരു ധാരണയായ ശേഷം ഇന്നലെ പ്രഫുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ, ഛഗൻ ഭുജ്പൽ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഉപമുഖ്യമന്ത്രി പദത്തിന്റെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുത്തത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും കക്ഷി നേതാവായി സുനേത്ര പവാറിനെ തെരഞ്ഞെടുക്കുക. പിന്നീട് വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. ഉപമുഖ്യമന്ത്രി പദം ഏതായാലും അജിത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്രയിലേക്ക് പോകുന്നു. പക്ഷേ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം, ദേശീയ അധ്യക്ഷ സ്ഥാനം, അത് അജിത്തിൽ നിന്ന് സുനേത്രയിലേക്ക് എത്തുമോ എന്നത് കൗതുകരമാണ്. കാരണം സുനേത്ര അജിത്തിനോളം വലിയ രാഷ്ട്രീയ പരിചയമുള്ള ആളല്ല എന്ന് നമുക്കറിയാം. ഈ ബാരാമതിയിൽ പവാർ കുടുംബത്തിൽ ഉണ്ടായ പിളർപ്പിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ സുപ്രിയ സുലെക്കെതിരെ മത്സരിച്ചാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് പക്ഷേ 1.5 ലക്ഷത്തിലധികം വോട്ടിന് അവർ വലിയ പരാജയം ഏറ്റുവാങ്ങി. പിന്നീട് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയതാണ്. അപ്പോൾ രാജ്യസഭാ സീറ്റ് രാജിവെച്ചാണ് അവരിപ്പോൾ ഉപമുഖ്യമന്ത്രി ആവാൻ വേണ്ടി പോകുന്നത്. 6 മാസത്തിനപ്പുറം ബാരാമതിയിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ മാത്രം മതി. പക്ഷേ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത് സുനേത്ര വരുമോ എന്നുള്ളത് കണ്ടറിയണം. സുനേത്ര അതിന് താല്പര്യമില്ല എന്നറിയിച്ചാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റായ പ്രഫുൽ പട്ടേൽ തന്നെ അധ്യക്ഷനാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പവാർ കുടുംബത്തിന് പുറത്തേക്ക് അധ്യക്ഷ സ്ഥാനം പോകുന്നത് അത് എത്രത്തോളം അണികൾക്കിടയിൽ സ്വീകാര്യമാകും എന്നതൊക്കെ തന്നെ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം കൂടിയുള്ളത്, അജിത് പവാർ ആയിരുന്നു കാലങ്ങളായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ ഒപ്പം ധനകാര്യ വകുപ്പ് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് BJP ആ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്.